ഹായ് ഫ്രണ്ട്സ്, വണ്ടിപ്പണിക്കാരൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് കാണുന്ന ഒരു വോൾക്സ്വാഗൻ്റെ തോറഗാണ്. 2018 മോഡലാണ് ഈ വാഹനം എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഈ വാഹനം ബാറ്ററി ഡെഡ് ആയി കഴിഞ്ഞാൽ എങ്ങനെയാണ് നമുക്ക് ജംപ് സ്റ്റാർട്ട് ചെയ്യുന്നത്, അതേമാതിരി തന്നെ ഈ വാഹനത്തിൻ്റെ ബാറ്ററിയുടെ ലൊക്കേഷൻ എവിടെയാണ് എന്നുള്ളതാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത്. വളരെ ചെറിയൊരു വീഡിയോ ആണ്. വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതേമാതിരി തന്നെ ഇങ്ങനെയുള്ള വർക്കും കാര്യങ്ങളൊക്കെ ആരെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ ആ ഫ്രണ്ട്സിനായിട്ട് നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക. അവർക്ക് തീർച്ചയായിട്ടും ഉപകാരപ്പെടുന്നതാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. ഈ പുതിയ മോഡൽ തോറൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്നൊരു തോന്നൽ ഒരു ടെറാമോണ്ടിൻ്റെ അതേ ഒരു ലുക്ക് തന്നെയാണ് ഈ ഒരു വോൾക്സ്വാഗൻ്റെ തോറകിനും കൊടുത്തിട്ടുള്ളത്. ഇതിൻ്റെ പഴയ മോഡലിൻ്റെ ബാറ്ററി അപേക്ഷിച്ച് പഴയ മോഡൽ വോൾക്സ്വാഗൻ്റെ തോറകിൻ്റെ ബാറ്ററി അപേക്ഷിച്ചിട്ട് ഈ വാഹനത്തിൻ്റെ ബാറ്ററി ഒരു ഡിഫറെൻറ്റ് പ്ലേസിലാണ് ഈ വാഹനത്തിൻ്റെ ബാറ്ററി ഫിറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ബാറ്ററി ഫിറ്റ് ചെയ്തത് കൂടാതെ തന്നെ ഈ വാഹനം ഇപ്പം നിലവിൽ കംപ്ലീറ്റ്ലി ബാറ്ററി ഡെഡാണ്. വാഹനം സ്റ്റാർട്ടിങ്ങോ കാര്യങ്ങളോ ഒന്നും തന്നെ ആവുന്നില്ല. അപ്പോൾ നമുക്കിപ്പോൾ ഞാൻ ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് കാണിച്ചു തരാം. ഇതിപ്പോൾ സ്റ്റാർട്ട് സ്റ്റോപ്പ് സ്വിച്ച് നമ്മൾ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഒന്നും തന്നെ ഇല്ല. ഇത് ബാറ്ററി കംപ്ലീറ്റ് ഡെഡാണ്. അപ്പോൾ ഇതിൻ്റെ അകത്ത് നമുക്ക് ഒരു ജംപ് സ്റ്റാർട്ട് ചെയ്യേണ്ട ഒരു പോർട്ട് കൊടുത്തിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ എൻജിൻ കമ്പാർട്ട്മെൻറ്റിൽ തന്നെയാണ്. എൻജിൻ കമ്പാർട്ട്മെൻറ്റിൽ ബാറ്ററി ഇല്ലെങ്കിൽ നമുക്ക് ജംപ് സ്റ്റാർട്ട് ചെയ്യേണ്ട ഒരു പോർട്ട് പോസിറ്റീവ് നെഗറ്റീവ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇതിൽ വന്നിരിക്കുന്ന എൻജിൻ എന്ന് പറയുന്നത് V6 ആണ്. V6 എൻജിനാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ ഒരു ജംപ് സ്റ്റാർട്ട് ചെയ്യേണ്ട ഒരു പോർട്ട് ഇവിടെ ഈ സൈഡിലായിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട്. നമുക്ക് ജംപ് സ്റ്റാർട്ട് ചെയ്യാം, അല്ലാന്നുണ്ടെങ്കിൽ ഇഗ്നിഷൻ ഓൺ ചെയ്യണമെങ്കിൽ നമുക്ക് അങ്ങനെ ചെയ്യാം. ഇപ്പോൾ കണ്ടല്ലോ, ഈ ഒരു ക്ലിപ്പ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞ് ഇവിടെയായിട്ട് ജംപ് സ്റ്റാർട്ട് ചെയ്യേണ്ട ഒരു പോർട്ട് പോസിറ്റീവും അതേപോലെ തന്നെ നെഗറ്റീവ് ഈ സൈഡിലായിട്ടും കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ കണ്ടല്ലോ, ഇത് പോസിറ്റീവ്, ഇതിൻ്റെ തൊട്ട് ഇവിടെ സൈഡിലായിട്ട് നെഗറ്റീവും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ ജംപ് സ്റ്റാർട്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരുന്നില്ല. അതേമാതിരി തന്നെ ഈ വാഹനത്തിൻ്റെ ബാറ്ററിയുടെ ലൊക്കേഷൻ കൊടുത്തിട്ടുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാഹനത്തിൻ്റെ ഫ്രണ്ട് റൈറ്റ് സൈഡിലെ പാസഞ്ചർ കമ്പാർട്ട്മെൻറ്റിലെ ഈ ഫ്ലോറിലാണ്. ഇത് കണ്ടല്ലോ, ഇവിടെയാണ് ഇതിൻ്റെ ബാറ്ററി കൊടുത്തിട്ടുള്ളത്. 2018 വണ്ടിയാണ്. അതേമാതിരി തന്നെ ബാറ്ററി 2018 തന്നെയാണ്. ഏകദേശം ഒരു 6 വർഷം പഴക്കമായിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ബാറ്ററി നമ്മളിപ്പോൾ അഴിച്ചെടുത്തിട്ടുണ്ട്. ഇത് കണ്ടല്ലോ, ബാറ്ററി നമ്മൾ മാറുന്ന വീഡിയോ ഞാൻ കാണിച്ചു തരുന്നില്ല, അഴിച്ചെടുക്കുന്ന വീഡിയോയും ഞാൻ കാണിച്ചു തരുന്നില്ല. എങ്ങനെയൊക്കെയാണ് അഴിക്കേണ്ടതെന്ന് നിങ്ങൾക്കറിയാം. ഇനി അതേമാതിരി തന്നെ ഇതിൻ്റെ ബാറ്ററി മാറിക്കഴിഞ്ഞാൽ നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ ചെക്ക് ചെയ്യണം, അതേമാതിരി തന്നെ ബാറ്ററിയുടെ നമുക്ക് മെയിനായിട്ട് ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാറ്ററി രജിസ്റ്റർ ചെയ്യണം. അതേമാതിരി തന്നെ പവർ വിൻഡോയും കാര്യങ്ങളൊക്കെ ഇനീഷ്യലൈസേഷൻ ചെയ്യണം. അതേമാതിരി തന്നെ ടൈമും ഡേറ്റും കാര്യങ്ങളൊക്കെ മാനുവൽ ആണെങ്കിൽ നമുക്കത് ടൈമും ഡേറ്റും സെറ്റും കൂടി ചെയ്യണം. ഇതിപ്പോൾ കണ്ടല്ലോ. അതേമാതിരി തന്നെ ഇവിടെ ഈ വാഹനത്തിൻ്റെ അകത്തിരിക്കുന്ന ബാറ്ററിയുടെ സൈഡിലായിട്ട് നിങ്ങൾക്കൊരു ഓസ് കാണാം. ഈ ഓസ് മസ്റ്റായിട്ട് നമ്മൾ കൊടുത്തിരിക്കണം. ഈ ബാറ്ററിയുടെ സൈഡിലായിട്ട് തന്നെ നമുക്ക് ഒരു ഹോള് കാണാം. അവിടെ മസ്റ്റായിട്ട് അത് കണക്ട് ചെയ്തിരിക്കണം. അപ്പോൾ ഇത് എന്തിനു വേണ്ടിയിട്ടാണെന്ന് നിങ്ങൾക്ക് അറിയാമെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. ഇനി അറിയാത്തവർക്ക് വേണ്ടിയിട്ട് ഞാൻ അതിൻ്റെ ഒരു വീഡിയോ കൂടി ചെയ്യാം. അപ്പോൾ ഇപ്പോൾ നമ്മൾ ബാറ്ററിയും കാര്യങ്ങളെല്ലാം മാറി അതിൻ്റെ ഫ്ലോർ മാറ്റും പിടിപ്പിച്ചിട്ടുണ്ട്. ഈ വാഹനത്തിൻ്റെ റിമോട്ട് കീ എന്ന് പറയുന്നത് നല്ലൊരു ലുക്കിലുള്ള റിമോട്ട് കീ തന്നെയാണ് ഈ വാഹനത്തിൽ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇനിയിപ്പോൾ ഞാൻ ഒന്ന് സ്റ്റാർട്ടും കൂടി ചെയ്ത് കാണിച്ചു തരാം. ഇപ്പോൾ വാഹനം സ്റ്റാർട്ടിങ്ങിലാണ്, വേറെ വാണിങ്ങോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. ഇനി നമുക്ക് ഇതിൻ്റെ അകത്ത് ടൈമും ഡേറ്റും സെറ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ എന്നും കൂടി ഞാൻ പറഞ്ഞു തരാം. ടൈമും ഡേറ്റും സെറ്റ് ചെയ്യേണ്ട ആവശ്യം ഈ വാഹനത്തിന് ഇല്ല. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിതിൻ്റെ അകത്ത് ഇവിടെ തന്നെ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവുന്നതാണ്. ഇതിൻ്റെ സെറ്റിങ്സിൽ പോയി കഴിഞ്ഞാൽ ഇതിപ്പോൾ ഇവിടെ ഉണ്ടല്ലോ, ഈ സെറ്റിങ്സിൽ പോയി കഴിഞ്ഞാൽ നമുക്കിവിടെ ടൈമും ഡേറ്റും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യണമെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവും. ഇനി മാനുവലിലാണ് ഉള്ളതെങ്കിൽ നമുക്ക് സെറ്റ് ചെയ്യണം. ഇതിപ്പോൾ ഓട്ടോമാറ്റിക്കലാണ് ഉള്ളത്. അപ്പോൾ ഓട്ടോമാറ്റിക്കൽ ഉണ്ടെങ്കിൽ നമുക്ക് ഈ വാഹനം ഡ്രൈവ് ചെയ്യാൻ പോകുന്ന സമയത്ത് തന്നെ വെളിയിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ അപ്പോൾ തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് ടൈമും ഡേറ്റും സെറ്റാവും. ഇപ്പോൾ നോക്കിക്കോ, നിങ്ങൾ ടൈമും ഡേറ്റും മാറുന്നത് കണ്ടല്ലോ. ടൈം 2:48 ഓട്ടോമാറ്റിക്കായിട്ട് മാറി. ഇനി നമുക്കിതിൻ്റെ ഒരു ടെസ്റ്റ് ഡ്രൈവും കാര്യങ്ങളൊക്കെ ചെയ്യണം. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരമായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങൾ ഇതുവരെ എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂട്ടുക. ഇതേമാതിരിയുള്ള നല്ല നല്ല വീഡിയോകൾ വീണ്ടും വരുന്നതാണ് ചാനലിലൂടെ. താങ്ക് യു ഫോർ വാച്ചിങ്.